ഒക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഒരു കഫേയിൽ പോകാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട് ടൈം കേട്ടോ. അപ്പം ഏതാണ് കഫേൻ്റെ പേര്? ലീവൻസ് കഫേ. ലീവൻസ് കഫേയിലേക്ക് പോവാണ് അല്ലേ പാപ്പു? വിശക്കുണ്ടോ? സാപ്പയൊക്കെ പോലെ തന്നെ ഇത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു കഫേയാണ്. ഇതാണ് കുറച്ച് ഷെഫുമാര് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ നമ്മള് ഇൻസ്റ്റയിൽ കണ്ടേ ഷെഫുമാര് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ്. അപ്പൊ ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് പോയി നോക്കാം അല്ലേ. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഒക്കെയാണ് അവരുടെ മെയിൻ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഡെസേർട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് പ്ലേസ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. ഈ ഏരിയ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കഫേയാണ് ലിവൻ ബേക്കറി ആൻഡ് കോഫി ഹൗസ്. നല്ല ഡെസേർട്ടിൻ്റെയും കോഫി സ്പെഷ്യൽ ഡ്രിങ്ക്സിൻ്റെയൊക്കെ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഓരോ ദിവസത്തെയും സ്പെഷ്യൽ മെനു ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനത്തെ ഡെസേർട്ട് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കഫേ നമ്മളിതിൻ്റെ മുന്നേ പോയിട്ടുണ്ട്, സാപ്പ അങ്ങനെയൊക്കെയുള്ള. അവിടെ ഇതേപോലെ ഡെസേർട്ട് കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് കേട്ടോ ഇതും. ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണെങ്കിലും ഒരുപാട് നല്ല ഡെസേർട്ടൊക്കെ ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് കേട്ടോ. നല്ല പീസ്ഫുള്ളാണ്. അപ്പോൾ നമ്മളിതാ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. പാപ്പുനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള ചീസ് കേക്ക് വിത്ത് ചോക്ലേറ്റ് ഡിപ്പായിരുന്നു കേട്ടോ. അതും ഒരു അടിപൊളി ഡിഷ് തന്നെയായിരുന്നേ. അപ്പോൾ അതിലേക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഡിപ്പ് ഒഴിച്ചിട്ട് അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് വായിലിങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എന്നെയും കഴിക്കണം തോന്നും. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ചോക്ലേറ്റ് ഓറഞ്ച് കേക്കാണ്. അതും നല്ല ഓരോ സ്ലൈസാണ് പറഞ്ഞിട്ടുള്ളത്. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പാപ്പുവിന് ഇത് കണ്ടപ്പോഴേ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പാപ്പു പറയായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം, അവൾക്ക് ഒറ്റയ്ക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ നാസി അത് കൊടുത്തു, ആൾ ഒറ്റയ്ക്ക് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതേപോലെ ഒന്നുകൂടെ ഓർഡർ ചെയ്തു സെയിം സാധനം. കാരണം അവൾക്കത് അത്ര ഇഷ്ടപ്പെട്ടു, അവളും ആമയും അതന്നെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അധികം ടേസ്റ്റ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ ഓർഡർ ചെയ്തു. അതെടുക്കില്ല, അത് നമുക്ക് മറ്റേ കൂട്ടത്തിലെടുക്കാം. അടിപൊളി, ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര സോഫ്റ്റാ, ഭയങ്കര വാലിട്ട് അലിഞ്ഞു പോയി.
ഓക്ക് കൊടുക്കണേ. ഇനി ബാബുനാണ്. ബാബുന് ഇങ്ങനെ സ്പൂണിലാക്കി കൊടുക്കട്ടെ. എങ്ങനെയുണ്ട് അമ്മി? എന്താ തോന്നേ? ഇഷ്ടപ്പെട്ടോ? വേറെ പറയേണ്ടി വരും. അപ്പം അതിനുണ്ടോ ഇതും എല്ലാം ഭയങ്കര റിച്ച് ഫീലാണ്. ആ കയ്യിൽ കൊടുത്തോ? ഈ ഹോട്ട് ചോക്ലേറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതേവരെ കഴിച്ചതിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പല സ്ഥലത്തു നിന്ന് നമ്മൾ കഫേയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഒരു റിച്ച് ഫീലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടുത്ത് വേറൊരു ഐറ്റം കൂടെ പറഞ്ഞിട്ടുള്ളത് ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ നെയിം ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതും എന്താ പറയുക, നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സാൻഡ്വിച്ചിനേക്കാളൊക്കെ ഭയങ്കര ഒരു അടിപൊളി ഒതൻറ്റിക് ഫീൽ കിട്ടുന്ന, ടേസ്റ്റ് കിട്ടുന്ന ഒരു നല്ല ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഇല്ല കഴിച്ചോ. എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ കാണിച്ചോ? അടിപൊളി. കഫയൊക്കെ കഴിച്ചു. നല്ല കഫയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതായിരുന്നു ആ സംഭവം. അടിപൊളി. നമ്മൾ പോവാണ്. വായും പൊത്തിയിട്ട് ചിരിക്കേ കെട്ടിക്കൊടുക്കുന്നതാണ് അവിടെ. ഇത് ആമി കെട്ടിക്കൊടുക്കുകയാണ്. ആമി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് കണ്ടതില്ല. ആമി റജി ഇടക്കിടക്ക് കാണുന്നത് അങ്ങനെയല്ല. റജി പിന്നെ താമരശ്ശേരിക്ക് പോണത് ഇഷ്ടം അതല്ല പറഞ്ഞേ. അതായത് നമ്മള് സിനിമയിലെങ്കിലും കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ആമി ഇന്നേ വരെ തമിഴ് സിനിമയിലൊന്നും ആമി കണ്ടിട്ടില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ നമ്മൾ കാണാത്തൊരു സംഭവം കാണുക, അല്ലെ കേൾക്കാത്തൊരു കാര്യം കേൾക്കാന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നെ കളിയാക്കി ഇവര്. ചിരിച്ചിട്ടൊക്കെയാണ്. അപ്പൊ നമ്മളില്ലേ മൈസൂരിന്ന് മൈസൂർ പാക്കൊക്കെ വീണ്ടും വാങ്ങിച്ചു. പിന്നെ എന്താ പറയാ, കുറച്ചുകൂടെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നിന്ന് പോവാണ്. അവര് എന്നെ കുറെ കളിയാക്കി കൊണ്ടിരുന്നോണ്ട് ഇവർക്കൊന്നും പറയാനില്ല കേട്ടോ. ഇവർ രണ്ടാളും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ നമ്മള് പറയാൻ നിൽക്കരുത്. ഇപ്പൊ ഇതിലൊരു എന്തായിരുന്നു കൊണ്ടുവരും, ഒരാൾ മരിച്ചത് കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇവരൊന്ന് കളിയാക്കി. പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോ നമ്മൾ മൈസൂരിനോട് തൽക്കാലത്തേക്ക് നമ്മൾ വിട പറയണം. അതാണ് സത്യം പറഞ്ഞുള്ളത്. മൈസൂരിൽ സ്റ്റേ ചെയ്തു. അടിപൊളിയായിരുന്നു. നല്ല ഹോട്ടലായിരുന്നു. നല്ല ഫുഡ് കഴിച്ചു. കഫേന്ന് നല്ല ഫുഡ് കഴിച്ചു. അവിടെ ഇനിയും വീണ്ടും ലീവൻ കഫേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഇനി റിപ്പീറ്റ് അടിക്കും. കാരണം പണ്ട് സാപ്പയിൽ വന്നപ്പോൾ ഒരു വൈബിനേക്കാളും വലിയൊരു വൈബ് ഇവിടെ കിട്ടി. സാപ്പയിൽ ആ ഒരു ആംബിയൻസ് ഒരു വൈബാണ്. ഫുഡും നല്ലതാണ്. പക്ഷെ ഇവിടെ ഫുഡ് ഒരു രക്ഷയില്ല. നല്ല വൈബുമാണ്. ശരിക്കും എനിക്ക് ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഭയങ്കര ഇഷ്ടമായത്. നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ ആണ്. മൈസൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെയല്ല, കുറേ ഏരിയ ഉണ്ട്. ഇപ്പം കോഴിക്കോട് അങ്ങാടിയിലോ കൊച്ചിയിലോ വന്ന പോലെയല്ല. ഇപ്പം MG റോഡിലൊരു ചെറിയൊരു പിന്നെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പാരലൽ റോഡിൽ നല്ല വീതി വിസ്താരം, ഒരുപാട് സ്പേസ് എന്നുള്ള രീതിയിലും നമുക്ക് കൊച്ചി കാണാൻ പറ്റില്ല. ഇവിടെ കാണും. പക്ഷേ ഇത് നമ്മുടെ ഗോൾഫ് ക്ലബ്ബ്.
അപ്പോൾ ഇങ്ങനെയുള്ള കത്തികളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ എന്തെങ്കിലും നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇനി ഞാൻ വിചാരിക്കുന്ന ആ ഗുണ്ടിൽപേട്ട എത്തുന്ന സമയത്ത് അവിടെ ഒരു സൺഫ്ലവറിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് നാസീനെ കൊണ്ടൊന്ന് ഒന്ന് നിർത്തണം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വല്ല മൃഗങ്ങളൊക്കെ വരുന്ന വഴിയിൽ ഇന്നലെ കാണാത്തതുണ്ടെങ്കിൽ ഇന്ന് അതും കാണിച്ചു തരാം. അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു മൈസൂരിനോട് നമ്മള് യാത്ര പറഞ്ഞു. മൈസൂർ ടൗൺ കഴിഞ്ഞു. ഇത് നമ്മളെ ഗുണ്ടിൽപേട്ട് റോഡെത്തി. നമ്മള് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാനുണ്ട് 2 നമ്മൾ കാട്ടിലൂടെ പോകുമ്പോ ആകെ നമ്മൾ കണ്ടത് ഒരു ആനേനെ 2 ആനേനെ കണ്ടു അല്ലേ? 2 ആന 3 മാൻ. 3 മാന്. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി വല്ലതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മൈസൂർ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതേപോലത്തെ പുതിയ കുറേ ട്രാവൽ വ്ളോഗ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.